അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബൺ ദോശയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കണ ബണ്ണിനേക്കാളും സോഫ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ബൺ ദോശയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലൊക്കെ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. വെന്ത കറിയും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ബൺ ദോശ എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് പച്ചരിയും അവലും മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. നമ്മൾ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ പച്ചരിയും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ, അര മുക്കാൽ ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഈ ഉലുവ. അപ്പോൾ ഇത് നല്ലൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും നമുക്ക് അടച്ച് വെക്കാം വെള്ളത്തിലിട്ടിട്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്കൊരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ ദിവസം തുറന്ന് നോക്കാം. അവ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. പച്ചരി ഉലുവൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് അവില്, ഞാൻ വെള്ള നൈസായിട്ടുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചിരവിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് കട്ടിയുള്ള മാവാണിത് വേണ്ടത്. ഇനി ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നല്ല അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിലും തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ അരഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നല്ല അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല കട്ടിയുള്ളൊരു മാവായിട്ടാണ് ഇപ്പോൾ ഇതിരിക്കണം. നമ്മൾ ഇഡ്ഡലി മാവിനേക്കാളൊക്കെ ഒരു കട്ടി ഉള്ളൊരു മാവാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ നല്ലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അധികം വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്തണ്ട, കുറച്ച് മതി. ഒരു 3-4 സ്പൂൺ വെള്ളമൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒഴിച്ചിട്ട് അതിലുള്ള മുഴുവൻ മാവും നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകരുത്. നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഉഴുന്ന് ദോശേൻ്റെ ഒക്കെ ഒരു കട്ടിയുള്ളൊരു മാവായിട്ട് എടുത്ത് വെക്കാം. അതിലും കുറച്ചുകൂടി കട്ടി കൂടിയിട്ട് തന്നെയാണ്. അപ്പം ഇനി നമ്മളിതിന് ഒരു 8 മണിക്കൂറെങ്കിലും അടച്ച് വെക്കണം. അപ്പോഴാണിത് നല്ലൊന്ന് പൊങ്ങി വരിക, സോഫ്റ്റായിട്ട്. ഇനി ഇതിലേക്ക് നമ്മളൊന്നും ചേർത്തണില്ല. ഇങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വൈകുന്നേരം രാത്രിയൊക്കെ അരച്ച് വെച്ചാൽ മതി. അപ്പോൾ തലേ ദിവസം അരച്ച് വെച്ച് ഇപ്പോൾ രാവിലെ ഞാനത് തുറന്ന് നോക്കണത്. അപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉഴുന്നോ ഒന്നും ഇടാതെ തന്നെ ഇത് മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചപ്പോൾ നമ്മളൊരു ഉഴുന്ന് ദോശേൻ്റെ ഒക്കെ ഒരു കട്ടിക്കൊരു മാവാണ് നമ്മൾ റെഡിയാക്കി വെച്ചത്. അപ്പോൾ അതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നാണ്. ഉഴുന്നും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആ മാവിലേക്ക് ദണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അത് ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം.
ചീനച്ചട്ടിയുള്ള ബാക്കിയുള്ള കടുക് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മതി. നമ്മുടെ ബൺദോശക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അപ്പച്ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ വെള്ളപ്പൊക്കെ ചൂടുന്ന ചട്ടിയാണ്, ഇരുമ്പ് ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോരോ തവി, ഒരു 1.5 തവി മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള മാവാണ്. അപ്പോൾ പിന്നെ ഇനി നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ബൺദോശ റെഡിയായി. ഇതുപോലെ നമുക്ക് മുഴുവനും പിന്നെ ചുട്ടെടുക്കാം. അതിങ്ങനെ മറിച്ചിടണം എന്നുണ്ടെങ്കിൽ മറിച്ചിടാം, മറിച്ചിടാതെ പിന്നെ അങ്ങനെ തന്നെ പിന്നെ എടുത്ത് മാറ്റി വെക്കാം. നല്ലൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ചെറിയ തീയിൽ കുറച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പച്ചട്ടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ ഒന്നും തടവേണ്ട ആവശ്യമില്ല. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി ആയത് കൊണ്ടാണ് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡിയായി. ഇതുപോലെ ഞാൻ മുഴുവൻ ബൺദോശയും റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺദോശ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ചതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ബൺദോശയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബണ്ണിനേക്കാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ബണ്ണ് പോലെ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഉഴുന്നോ പിന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള. അപ്പോൾ നമ്മളിത് 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചുട്ടത്. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നവർക്ക് അതിലേക്ക് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് വേണ്ടി വരും ഉണ്ടാക്കണമെങ്കിൽ. അത് മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളൊക്കെ കണ്ട നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കേണ്ട പഞ്ഞി പോലെ ഇരിക്കണ അപ്പാണ്. ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ആ പച്ചരി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ബൺദോശ ഉണ്ടാക്കാം. കുറച്ച് അവരും കൂടെ പിന്നെ കൂട്ടിയാൽ മതി. നമുക്കിനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നമസ്കാരം.